നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ നമ്മൾ ടോപ്പിക്സ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. എന്നാലും ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതും നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുവരെ നോക്കിയതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ടുള്ളത് ആദ്യം നോക്കാം. ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സാണ്. ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് അത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ എഴുതുന്നത്. 0. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, അതായത് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ചെറുത് 1. ഇനി ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് -1. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ 2. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നതും 2. അപ്പോൾ ഇനി ചിലത് എഴുതുന്നില്ല, അതായത് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെയും രണ്ട് ഒറ്റ സംഖ്യകളുടെയും രണ്ട് ഇരട്ട സംഖ്യകളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് 2. അങ്ങനെ അറിയാവുന്നത് എഴുതുന്നില്ല. അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം 1. അങ്ങനെ വളരെ സിമ്പിളായിട്ട് വരുന്നത് എഴുതുന്നില്ല. ബാക്കി ഈ വാക്കുകളും ഓർക്കുക. ഇനി ഇതുപോലുള്ള കുറച്ച് പോയിന്റ്സും കൂടെ ഇപ്പം നോക്കാം. അടുത്തത് ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ഓഡ് പ്രൈം നമ്പർ 3. ഏറ്റവും ചെറിയ ഇരട്ട അഭാജ്യ സംഖ്യയും ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും 2. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ 3. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ 1. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ നാച്ചുറൽ നമ്പർ തന്നെയാണ് 1. ആ വാക്ക് ഓർക്കുക, എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നിസർഗ സംഖ്യ എന്നൊക്കെ ആ വാക്കൊന്ന് ഫെമിലിയർ ആകുക. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് തന്നെയാണ്. ഇനി അടുത്തത് ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4, കോമ്പോസിറ്റ് നമ്പർ 4. ഇനി -2ൻ്റെ കേവല വില എന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് വാല്യൂ എന്ന് ഇംഗ്ലീഷിൽ അബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറയും. ഇതിൻ്റെ കേവല 2. ഈ ചിഹ്നം നോക്കണ്ട, ചിഹ്നമില്ലാതെ ഇതിൻ്റെ വില 2. ഇനി -2ൻ്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 0 കിട്ടുന്നത്? +2 = 0. അപ്പോൾ 2 ആണ്, 2 അതിൻ്റെ സങ്കലന വിപരീതം. 2ൻ്റെ ആണെങ്കിൽ -2. അങ്ങനെ എന്ത് കൂട്ടുമ്പോഴാണ് 0 വരുന്നതാണ് അതിൻ്റെ സങ്കലന വിപരീതം. ഇനി അടുത്തത് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ. അപ്പോൾ നമ്മൾ പരിപൂർണ സംഖ്യയൊക്കെ കണ്ടു, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകണം. ഏറ്റവും ചെറിയത് 6. 2 അക്കങ്ങളുള്ള പരിപൂർണ സംഖ്യ 28. ഇനി റോമൻ സംഖ്യകൾ, അതിൽ 1 നമുക്കറിയാം, ഇതെന്ന് പറയുന്ന ഐ ചിഹ്നം ഇടുന്നത് 1-നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ V 5-ന് X ചിഹ്നം, 10 L 50, C 100, D 500, M 1000. ഇനി അടുത്തത് ഒരു സംഖ്യ തന്നിട്ടുണ്ട് 24058. ഇതിൽ 5 ഏതെങ്കിലും ഒരു സംഖ്യ, 5ൻ്റെ മുഖവില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ 5 തന്നെയാണ്. ഇനി 5ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഇത് 1, 10, 100, 1000, 10000 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥാനവില 10 കൊണ്ട് ഗുണിക്കുക 50. ഇനി പ്രത്യേകിച്ച് 0ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 0 × 100, 0. മുഖവിലയും 0 തന്നെയാണ്, സ്ഥാനവിലയും 0 × 100 ചെയ്താൽ 0 തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഒരു സംഖ്യ ഏതെങ്കിലും 5ൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ 1/5. 2 ആണെങ്കിൽ 1/2 അതാണ് വ്യുൽക്രമം. റെസിപ്രോക്കൽ വ്യുൽക്രമം ഇല്ലാത്ത സംഖ്യ 0. 0ന് വ്യുൽക്രമം ഇല്ല. ഇനി ഒരു സംഖ്യയെ ബൈനറി ആക്കാൻ അതിനെ തുടരെ 2 കൊണ്ട് ഹരിച്ച് അതിൻ്റെ ശിഷ്ടം എഴുതുക. 11, 0, 2, 5, 1, 2, 1, 0. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതുക 1, 0, 1, 1, 0, 1 ഈ ക്രമത്തിൽ എഴുതി പോവാം. ഇനി തിരിച്ചിങ്ങോട്ട് മാറ്റാനാണെങ്കിൽ ഇവിടെ 0, 1, 2, 3, 4, 5 ഇങ്ങനെ ഇട്ടിട്ട് 1 × 2 raised to 0 + 0 × 2 raised to 1 ഇങ്ങനെ
0 into 2 raised to 1 plus 1 into 2 square plus 1 into 2 cube plus 0 plus 1 into 2 raised to 5. Put 1 plus 0 plus 4 plus 8 plus 0 plus 32 44 ഇങ്ങനെ കിട്ടും. അപ്പോൾ ബൈനറി ആക്കാൻ തുടർച്ചയായി 2 കൊണ്ട് ഹരിച്ച് ശിഷ്ടം ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുക. തിരിച്ച് ആക്കാനായിട്ട് സംഖ്യ എഴുതിയിട്ട് വലതുവശത്ത് നിന്ന് 0 1 2 3 4 5 ഇങ്ങനെ പ്ലേസ് വാല്യൂ കൊടുക്കുക. ഈ സംഖ്യ മുകളിലുള്ളത് 2ൻ്റെ പവർ കൊണ്ട് ഗുണിച്ച് ഇതിനെ ഇങ്ങനെ ആഡ് ചെയ്തതിൻ്റെ തുക കണ്ടെത്തുക. അപ്പോൾ ഇത്രയുമാണ് സംഖ്യകളിൽ പ്രധാനപ്പെട്ടത്. ഇനി അടുത്തത് ലസാഗു ഉസാഖയിൽ. ഇപ്പോൾ 2 സംഖ്യകൾ, അത് ഗുണിതം. ഇപ്പോൾ 6 12 ഇത് ഇതിൻ്റെ ഗുണിതമാണ്. അപ്പോൾ ലസാഗു എന്ന് പറയുന്നത് ഇത് വലിയ സംഖ്യയായ 12 ആയിരിക്കും. ഇനി ഇപ്പോൾ 2 സംഖ്യകൾ ഗുണിതങ്ങളല്ലാത്ത 2 3 8 ഇങ്ങനെയുള്ള 2 സംഖ്യകളാണെങ്കിൽ അതിൻ്റെ ലസാഗു എന്ന് പറയുന്നത് അതിൻ്റെ ഗുണനഫലം 3 into 8 24. ഇവയ്ക്ക് മറ്റ് ഘടകങ്ങളില്ല. ഇവിടെ 12 ഘടകമാണ് 6, അതുകൊണ്ട് തന്നെ എൻ്റെ ലസാഗു 12 ആയിരിക്കും. ഇവിടെ 24. ചെയ്യുന്ന വിധം നമുക്ക് അറിയാം, ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിപ്പം ചെയ്ത് നോക്കാതെ തന്നെ നമുക്കിതിൽ നിന്ന് ഇതുപോലുള്ളത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ അറിയാം ചെയ്ത് കഴിയുമ്പോൾ. ഇനി അതുപോലെ അടുത്തത് ഭിന്നസംഖ്യകളുടെ 2/3 3/5 4/7 ഇങ്ങനെ സംഖ്യകൾ തരുന്നു. ഇതിൻ്റെ ലസാഗു കാണാനാണെങ്കിൽ അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഖ. ഇനി അടുത്തത് സംഖ്യകളുടെ ഗുണനഫലം. 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ലസാഗു ഇൻറ്റു ഉസാഖ. ഇത് ഓർക്കുക. എപ്പോഴും സംഖ്യകളുടെ ഗുണനഫലം ഇതാണ്, ലസാഗു ഇതാണെന്ന് പറഞ്ഞ് ഉസാഖ കാണണം. ഇങ്ങനെ ചോദിക്കുമ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ലസാഗു ഇൻറ്റു ഉസാഖ. ഇത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഭിന്നസംഖ്യകളുടെ ഉസാഖ. അത് കാണാൻ അംശങ്ങളുടെ ഉസാഖ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. ഭിന്നസംഖ്യകളുടെ ലസാഗു ആണെങ്കിൽ ഇവിടെ അംശങ്ങളുടെ ഏതാണോ കണ്ടതാണ് മുകളിൽ വരുന്നത്. അംശങ്ങളുടെ ഇവിടെ ഉസാഖ ആയതുകൊണ്ട് അംശങ്ങളുടെ ഉസാഖ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. ഇനി അതുപോലെ തന്നെ ഡെസിമൽ സംഖ്യകളുടെയും അതുപോലെ തന്നെ കൃത്യംഗങ്ങൾ വരുന്ന എക്സ്പോണൻ്റ് വരുന്നതിൻ്റെ ലസാഗു ഉസാഖ കണ്ട് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഇനി നമുക്ക് ലൈവ് ക്ലാസ്സിലും അത് ചെയ്ത് നോക്കാം. അതിൽ ഇത് ഇവിടെ എഴുതുന്നില്ല. പിന്നെ വരുന്നത് ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകളിൽ നമ്മൾ വലുതും ചെറുതും അത് കണ്ടുപിടിക്കാനുള്ള ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൽ വലുത് ഏതാണ് ചെറുത് ഏതാണ് ആരോഹണ ക്രമത്തിൽ എഴുതാൻ അവരോഹണ ക്രമത്തിൽ എഴുതാൻ അത് ചോദിക്കാൻ സാധിക്കുന്നുണ്ട് ഭിന്നസംഖ്യകളിൽ. അതുകൊണ്ട് പിന്നെ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാനും അഡീഷൻ വരുന്നതും സബ്ട്രാക്ഷൻ ഡിവിഷൻ അതുണ്ട് ഭിന്നസംഖ്യകൾ. അത് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് അതിൽ കൂടുതലായിട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാനില്ല. പിന്നെ അതുപോലെ തന്നെ ഭിന്നസംഖ്യകൾ പിന്നെ വരുമ്പോൾ അതിൽ മിക്സഡ് ഫ്രാക്ഷൻ അങ്ങനെയുള്ളത് അതിൽ പോയിൻറ്റ്സ് ആയിട്ട് അധികം എഴുതാനായിട്ടില്ല. സാധാരണ ഭിന്നം അത് ഏതാണെന്ന് ചോദിക്കാറില്ല, പക്ഷേ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്രഭിന്നം ഇതെല്ലാം നമ്മൾ കണ്ടത് തന്നെ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മിശ്രഭിന്നം കമൻസിൽ ചോദിച്ചാൽ മതി. പിന്നെ ഭിന്നസംഖ്യ ഇതിൽ ഏതാണ് വലുത് ചെറുത് അങ്ങനെയുള്ള ഇതും അഡീഷൻ സബ്ട്രാക്ഷൻ ഇതാണ് ഇതിൽ നോക്കാനായിട്ടുള്ള. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദശാംശ സംഖ്യകൾ ഡെസിമൽസ് ഭിന്നസംഖ്യ ദശാംശ സംഖ്യ ആക്കാനുള്ളത് അതും ഉണ്ട്. അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് ചെയ്യാം. ദശാംശ സംഖ്യകളിലാണ്
കുറച്ചായിട്ടുള്ള അനന്തവും സാന്തവും അനന്തവുമായ സംഖ്യകൾ, അതുപോലെ തന്നെ അഭിന്നകങ്ങൾ, അതിൽ അതീത സംഖ്യകൾ, കരണികൾ, ഇതെല്ലാം വരുന്നതാണ് ഇവിടെ. ഇത് ശ്രദ്ധിക്കുക. സാന്തവും അതുപോലെ അനന്തവുമായ സംഖ്യകൾ, പിന്നെ അതുപോലെ തന്നെ ഭിന്നകങ്ങൾ, റേഷണൽ നമ്പേഴ്സ്, അതും നമ്മൾ കണ്ടത് തന്നെയാണ്. ഇതിലേതിലെങ്കിലും ഡൗട്ടിങ് ഉണ്ടെങ്കിൽ മാത്രം ഭിന്നക സംഖ്യകൾ ഇത് നോക്കണം. അതായത് റേഷണൽ, എൻ്റെ ആ വാക്ക് പലപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് ഇത് എഴുതുന്നത്. സാന്തം അനന്തം എന്നുള്ളതിൻ്റെ ഇത് ടെർമിനേറ്റീവ്, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാതെ കിട്ടും. മറ്റേതെന്ന് പറയുമ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ അനന്തമായി പോകും. അത് തന്നെ ഒരേ പാറ്റേണിൽ പോകുന്നതുകൊണ്ട് കണ്ടായിട്ട് കിട്ടാത്തതും ഉണ്ട്. ഇനി ഭിന്നകങ്ങൾ, ഇതിൽ തന്നെ അതീത സംഖ്യകൾ നമ്മളിത് കണ്ടത് തന്നെയാണ്. അതീത സംഖ്യകൾ അതാണ് പൈ ഒക്കെ വരുന്നത്. ഏതാണെന്ന് മാത്രമൊന്ന് അറിഞ്ഞാൽ മതി. പൈ, അതുപോലെ ഇ, ഇതൊക്കെ അതീത സംഖ്യകളിൽ വരുന്നതാണ്. പിന്നെ കരണികൾ, സേർട്സ്, അതാണ് സേർട്സ്. ഇപ്പോൾ √2, √3 എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ് സേർട്സ്. ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അത് നോക്കാനുണ്ട്. ഇനി ഇപ്പം എല്ലാ സംഖ്യകളും ഇങ്ങനെ ആവർത്തിച്ച് പോകുന്ന ടൈപ്പ്, ഇങ്ങനെ പോകും. ഇതിനെ തന്നെ നമുക്ക് 27 ബാർ എന്ന് എഴുതാം. ഇതിനെ തന്നെ നമുക്ക് മാറ്റി ഭിന്നസംഖ്യാ രൂപത്തിലോട്ടാക്കണമെങ്കിൽ 27/19. കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് ഓർത്തപ്പോഴേ കഴിഞ്ഞ ഒരു എക്സാമിൽ ഇതുണ്ടായിരുന്നു. കാരണം ഈ അഖണ്ഡസംഖ്യാഭാഗം 0 റിപ്പീറ്റ് ചെയ്തും പോകുമെങ്കിൽ നമുക്ക് ഈ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ എഴുതിയിട്ട് താഴെ ഛേദം ഭാഗത്തിൽ എത്ര സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും 9. ഇപ്പോൾ 2 7 റിപ്പീറ്റ് ചെയ്യുന്നത്, 2 സംഖ്യകൾ. അപ്പോൾ 27/99. ഇതുപോലുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത വർഗവും വർഗമൂലവും. അപ്പോൾ ആദ്യത്തെ കുറേ സംഖ്യകളുടെ വർഗം 1 മുതൽ 30 വരെ എങ്കിലുമുള്ള സംഖ്യകളുടെ വർഗം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ഡെസിമൽ സംഖ്യകളായാലും സ്ക്വയർ റൂട്ടിനകത്ത് വരുമ്പോഴും ഒക്കെ അത് ചെയ്യാനായിട്ട് പറയാം. വർഗവും വർഗമൂലം, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അപ്പോൾ ഇതിൽ 1 to 30 എത്രയെങ്കിലും ഉള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് വർഗം നോക്കി വയ്ക്കുക. ഇനി അത് തരുമ്പോൾ ഇപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 900 അല്ലെങ്കിൽ 30 നമുക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കണം. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് ഏതെങ്കിലും 441 എന്നാണ് തരുന്നതെങ്കിൽ 21. അതുപോലെ 4.41 ആണെങ്കിൽ 2.1. അങ്ങനെ ദശാംശ സ്ഥാനം എങ്ങനെയാണ് മാറ്റേണ്ടത് അതും നോക്കണം. ഇതിൻ്റെ തന്നെ ഗുണനം അതുപോലെയുള്ളതൊക്കെ നോക്കണം. ഇനി പിന്നെ അടുത്ത് നോക്കാനുള്ളത് ശരാശരി. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ആ ഒരു ഫോർമുല തന്നെയാണ്. ശരാശരി തുക ബൈ എണ്ണം. ഇത് ഓർത്ത് വെച്ചാൽ ബാക്കി ഷോർട്ട് കട്ടുകൾ ഓർമ്മയില്ലെങ്കിൽ പോലും നമുക്ക് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. ഇനി ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി, അത് ഇരട്ടയാണെങ്കിൽ ഒറ്റയാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഇരട്ടയാണെങ്കിൽ അതിൻ്റെ ശരാശരി എന്താണ്, ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിൻ്റെ ശരാശരി എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെയാണ് ആ ചോദ്യങ്ങൾ. അത് ഓർത്ത് വയ്ക്കണം, അതിൻ്റെ ഫോർമുല ഓർക്കണം. അപ്പോൾ അതിൻ്റെ തുക n × n+1/2 എന്നാണ് ആദ്യത്തെ n സംഖ്യകളുടെ തുകയെങ്കിൽ ഇവിടെ ഒരു n കൂടെ കൊണ്ട് ഹരിക്കുമ്പോൾ അവിടെ n+1/2. ആദ്യത്തെ n സംഖ്യകളുടെ
ആദ്യത്തെ അതും കൂടെ ഓർക്കണേ, ആദ്യത്തെ ശരാശരി കാണാനാണെങ്കിൽ n+1/2. അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ വന്നാൽ എങ്ങനെ, ഒറ്റ സംഖ്യകൾ വന്നാൽ എങ്ങനെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ ഫോർമുലകൾ ഓർത്ത് വയ്ക്കണം. അത് കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും. ഇതിൽ കുറച്ചധികം ഫോർമുല. ലാഭശതമാനം, അതാണ് പ്രധാനമായിട്ടും പല ചോദ്യങ്ങളും നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ നഷ്ടശതമാനം, പിന്നെ ചിലപ്പോൾ വാങ്ങിയ വില കാണാനും അതുപോലെ വിറ്റ വില ഇത് കാണാനുള്ള ചോദ്യങ്ങളുണ്ടാവാം. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഒന്നും കൂടെ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ തന്നെ ചില പ്രത്യേക കണ്ടീഷനിൽ വരുന്നത് അത് നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. കാരണം പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷെ അതിലേതാണ് പ്രധാനപ്പെട്ടതെന്നുള്ളത് മാത്രം എഴുതുന്നു. പല പല കണ്ടീഷനിലുള്ളതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഓരോ ചോദ്യം അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് ആദ്യം അതിൻ്റെ ചോദ്യങ്ങൾ തന്നെ ചെയ്ത് നോക്കാം ലൈവ് ക്ലാസ്സിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് സമയവും ദൂരവും. ഇതും സമയവും ദൂരവും ആദ്യമേ ലൈവ് ക്ലാസ്സിൽ ചെയ്തു തുടങ്ങാം. അത് കഴിഞ്ഞ് മറ്റേത് നമ്മൾ കുറേ അധികം ചെയ്തതാണ്. സമയവും ദൂരവും. അതിൽ നമുക്ക് വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം. ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ സമയം കാണാനാണെങ്കിൽ ദൂരം ബൈ വേഗത. തിരിച്ച് ദൂരം കാണാനാണെങ്കിൽ സമയം ഇൻറ്റു വേഗം, സമയം ഗുണം വേഗത. ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാം. ഇനി ഇതിൽ ഓർത്തുവയ്ക്കുള്ള ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗത എന്ന് പറയുന്നത് 2ab/a+b ഇത് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3abc/ab+bc+ac അത് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അത് നമുക്ക് ഓരോ ചോദ്യം വെച്ച് ചെയ്യാം. അതുപോലെ രണ്ട് വസ്തുക്കൾ ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ അവയുടെ ആപേക്ഷിക വേഗത അവയുടെ വേഗതയുടെ വ്യത്യാസമായിരിക്കും. അതുപോലെ എതിർ ദിശയിൽ സഞ്ചരിച്ചാൽ ആപേക്ഷിക വേഗത അവയുടെ വേഗതയുടെ തുകയായിരിക്കും. അപ്പോൾ ഇത് വരുന്ന ചോദ്യങ്ങൾ ഇത് ചെയ്തു നോക്കും. അപ്പോൾ ഇതും സമയവും ദൂരവും അതുപോലെ ലാഭവും നഷ്ടവും എന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് കൂടുതൽ വരും. അപ്പോൾ അത് ആദ്യം നമുക്ക് ലൈവ് ക്ലാസ്സിൽ അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്തു പോകാം. അപ്പോൾ ഇതാണ് കണക്കിൽ വരുന്നത്. പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠങ്ങളും അതിൽ വരുന്ന ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, ഒറ്റയാന കണ്ടെത്തൽ. അത് കുറേ ക്ലാസ്സുകൾ ചെയ്തതുകൊണ്ട് തന്നെ അതിന് സ്ഥാനനിർണ്ണയം ഇതുപോലെയുള്ളത് അതും ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ ചെയ്യാം. കുറച്ച് ദിവസം ഇപ്പം അടുത്ത ആഴ്ച വരുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഇത്രയും നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇതാവും. പിന്നെ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഏതിലെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻസിൽ കൂടി ചോദിക്കുക. അറിയുന്നത് പോലെ അതിൻ്റെ ആൻസേഴ്സ് സോൾവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.